നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് ചക്ക വേവിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചക്ക വേവിക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും മമ്മി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ആവശ്യത്തിന് ചക്ക അരിഞ്ഞ് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ ഗ്യാസ് ഉണ്ടാവാതിരിക്കും കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാലയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആവി വരുമ്പോൾ തുറന്ന് വീണ്ടും വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അടുക്കി പിടിക്കാൻ നോക്കണേ. ഇനി നമുക്ക് ഇതിനൊക്കെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ, അതുപോലെ വെളുത്തുള്ളി വേണം, കുറച്ച് ജീരകം, കുറച്ച് കാന്താരി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കാന്താരി മസ്റ്റാണേ. ഇനി ഈ ഒരു സാധനങ്ങളൊക്കെ കൂടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ചതച്ചെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ തുറന്ന് നമ്മുടെ ചക്ക നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇച്ചിരി കൂടുതൽ ചേർത്ത് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കൂടെ തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവി കഴിഞ്ഞിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തി ഒന്ന് കുഴഞ്ഞ് വരുന്ന കണക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ കുറച്ച് ചേർത്തിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീൻകറിയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. മീൻകറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ പച്ച വെളിച്ചെണ്ണ തൂവി കഴിക്കാനും ടേസ്റ്റാണ്. ചിലയിടത്ത് ഇതിനെയാണ് ചക്കപ്പുഴുക്കെന്ന് പറയുക. പക്ഷേ ഇവിടെയൊക്കെ ചക്കപ്പുഴുക്ക് വേറെ സാധനമാണ്. അതിനി അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ചക്കയുടെ സീസണാണ്, ആരും മിസ് ചെയ്യരുത്. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.